അസ്സലാമു അലൈക്കും. ഇന്നലത്തെ പുലാവായതിനും പൊളിച്ചൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഇന്ന് അങ്ങനെ പണികളൊന്നുമില്ല. ഇന്ന് രാത്രി ഒരു നോമ്പോറയാണ്, പള്ളിയിൽ മഹല്ലിൽ വെച്ചിട്ടാണ്. അപ്പം അങ്ങോട്ട് പോകണം മദ്രസക്ക്. അപ്പം ഇന്ന് രാവിലെ ക്ലീനിങ്ങും അങ്ങനെ അതൊക്കെ കുറച്ച് വൈകി കഴിച്ച് അങ്ങനെ നോമ്പോറൊക്കെ പോകാനൊരു 6 മണിയൊക്കെ ആയപ്പം സമയമായി. അങ്ങനെ ഞങ്ങൾ നോമ്പോർക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ട്. ഇസു ഫസ്റ്റ് ടൈമാണ് പുത്തുമല ഭാഗത്തേക്ക് പോണത്. പിന്നെ ഈ ജീപ്പിൽ പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ മദ്രസിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അങ്ങനെ എല്ലാം ടേബിളിൽ പോലെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നടത്തുന്ന നോമ്പ് തുറയാണ് കേട്ടോ അത്. അവിടെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. ഈ ചായച്ചെടീൻ്റെ ഇടയിലുള്ളൊരു മദ്രസും അവിടെ നിന്നിരുന്ന് ഇങ്ങനെ നോമ്പുറ വെക്കാനൊക്കെ. നോമ്പുറക്ക് കാരക്കയും കട്ട് ഫ്രൂട്ടായിട്ട് വാട്ടർ മെലണും, പിന്നെ കടികളായിട്ട് സമൂസയും പഴംപൊരിയും ബജ്ജിയും, പിന്നെയും ഫ്രൂട്ട്സിൽ മൂസമ്പിയും ഗ്രേപ്സും, പിന്നെ ഒരു വാട്ടർ മെലണിൻ്റെ ജ്യൂസും അതിനും ഉണ്ടായത്. ഇസുവിന് പിന്നെ നോമ്പുകൾക്ക് മുന്നേ തന്നെ നോമ്പുറൊക്കെ ആയിരുന്നു കേട്ടോ. ഓളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് സമൂസ, വത്തക്ക. അപ്പോൾ അതൊക്കെയാണ് മുന്നിലെത്തിയിട്ടുള്ളത്. ഓളപ്പം അതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ നോമ്പുറ ആയപ്പം ഞങ്ങളും നോമ്പുകൾക്കുള്ളതെല്ലാം കഴിഞ്ഞ് ഒരു വേഗം ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. നിസ്കരിക്കാനുള്ളവർ നിസ്കരിക്കുകയും ബാക്കി എല്ലാവരും വേഗം ക്ലിയർ ചെയ്തെടുത്ത് അടുത്ത ഭക്ഷണത്തിനുള്ളതും വേഗം സെർവ് ചെയ്യൽ തുടങ്ങി. ബിരിയാണി ആയിരുന്നു, കോഴി ബിരിയാണി ആയിരുന്നു. അങ്ങനെ പോലെ അതും സെർവ് ചെയ്ത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടോ. ആണുങ്ങൾ കുറച്ച് പേര് കഴിക്കാനുണ്ടായിരുന്നു, ആൾക്കാരെല്ലാവരും ഒതുക്കാനും അങ്ങനെയൊക്കെ നിന്നപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞേരെയാണ് ഞങ്ങൾ പുരയിലേക്ക് പോകുന്നത്. അങ്ങനെ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞേരെ ഞങ്ങളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് വന്ന് പിന്നെ വണ്ടിയിൽ പുരയിലേക്ക് പോകുന്നത്. അങ്ങനെ പുരയിലേക്കൊക്കെ എത്തിയപ്പം ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.